പേര് സുരേന്ദ്രൻ. ഈ കുന്നത്തുള്ളി പറഞ്ഞ സ്ഥാപനമാണ്. വടക്കാരി ബ്ലോക്കിനോട് സമീപമാണ്, അടുത്താണിത്. ഇത് അകമല ആണ് സ്ഥലം. അത് എല്ലാ ഫ്രൂട്ട്സുകളും ഈ കുന്നത്തുള്ളി നഴ്സറിയിലുണ്ട്. മാവ് ഒരു കാട്ടുമാൻ എന്ന് പറഞ്ഞ ഇതാണ്. കാട്ടുമാൻ ഇത് 2-3 കൊല്ലത്തിനുള്ളിൽ കായ്ക്കുന്നതാണ്. അത് കായ്ച്ചു നിൽക്കുന്ന പ്ലാന്റാണ്. അടുത്തത് കാലാപ്പാടി, ഇതും പൂത്തു നിൽക്കുന്നതാണ്. തൊട്ടടുത്ത് വിയറ്റ്നാം മാവ്. എല്ലാം മാവുകളും ഇവിടെ സുലഭമാണ്. ഇത് നമ്മുടെ പ്രിയൂരുണ്ട്, കാലാപ്പാടിയുണ്ട്, നാംടോക്കുണ്ട്. അങ്ങനെ പല ഇനം, ഒരു 9 ഇനം മാവുകൾ തന്നെ ഇവിടെ ഉണ്ട്. പ്ലാവുകൾ വിയറ്റ്നാം സൂപ്പർ എയർലി, വിയറ്റ്നാം റെഡ്, ഡെൻസൂര്യ 3G33, അങ്ങനെ പ്ലാവുകൾ കുറേ ഇനങ്ങളുണ്ട്. അതും പിന്നെ ഫ്രൂട്ട്സ് സാധനങ്ങൾ. ഇത് മാംഗോസ്റ്റിനാണ്. ഇത് ചെറിയ വിലയ്ക്കാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുതിർന്നതാണ് അങ്ങേപ്പുറത്ത് നിൽക്കുന്നത്. അത് കഴിഞ്ഞത് അവക്കാഡോ. ഇത് നല്ലൊരു പ്ലാന്റാണ്. അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് അതിൽ ചെറുത്. ഈ അവക്കാഡൊക്കെ നമ്മുടെ നാട്ടിൽ എപ്പോഴും കായ്ക്കുന്നുണ്ട് സാറേ? അത് കായ്ച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ 1.5 വർഷത്തിനുള്ളിൽ കായ്ക്കുകയാണ്. ഇത് മിൽക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അത് മിൽക്ക്, നല്ല മിൽക്കിൻ്റെ രുചിയാണ്. ഇത് മരമുന്തിരിയാണ്. ഇത് കായ്ച്ചു നിൽക്കുന്ന പ്ലാന്റാണ്. ഇത് ജമ്പുട്ടിക്കാന്നതിന് പറയും. അതിൻ്റെ ചെറിയത് അങ്ങേപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഇത് ലോങ്ങൻ എന്ന് പറയും. ലോങ്ങൻ ഇതും നല്ല ഫ്രൂട്ടാണ്. അതേമാതിരി അർക്കക്കിരൻ പേരകൾ, ഇത് റെഡ് പേര, അതേമാതിരി കാച്ചു നിൽക്കണം. ഈ പേര എന്ന് പറഞ്ഞാൽ അർക്കക്കിരൻ എന്ന് പറഞ്ഞ പേരയാണ്. ഇതിൽ കായ ഉണ്ട്, പൂവ് എപ്പോഴും ഇത് കായ്ച്ചും പൂത്തുകൊണ്ടിരിക്കും. ഇത് നല്ല പ്ലാന്റാണത്. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പുലാസം എന്ന് പറഞ്ഞാണ് ഈ ചെടി. ഇത് നമ്മുടെ റംബൂട്ടാൻ്റെ ആ ഇത്തരപ്പെട്ടതാണ്. അതിലും നല്ല രുചി ഉള്ളൊരു ഫ്രൂട്ടാണത്. പുലാസാൻ റെഡ് ചാമ്പ്യാണത്. റെഡ് നല്ല കാണാൻ നല്ല വൃത്തിയും നല്ല രുചികളാണ് റെഡ് ചാമ്പ. അതേമാതിരി 4-5 സൈസ് ചാമ്പകൾ തന്നെ ഉണ്ട്. ബെൽച്ചാമ്പ, ഉമർച്ചാമ്പ, പിന്നെ വൈറ്റ് ചാമ്പ. വലിയ റംബൂട്ടാനാണ്. സാറേ, ഈ റംബൂട്ടാനൊക്കെ എത്ര ഈ സാറ് പിടിച്ചത് അടുത്ത വർഷം കായ്ക്കണാണോ, ഈ വർഷം കഴിക്കാൻ പറ്റുന്നതാണോ? ഒക്കെ ഇത് അടുത്ത വർഷം കായ്ക്കാളാണ്. ഇത് അത്രയും വലിയ പ്ലാന്റാണ്. അത് NIT ആണ്. ഇത് നല്ല കായം പിടിക്കുന്നില്ല, നല്ലതായിട്ട് പോരും അത് ഇതിൻ്റെ കാമ്പ്. അതേമാതിരി തന്നെ അതിൻ്റെ ചെറിയ തൈകൾ, പല സൈസ് തൈകളുണ്ട്. എല്ലാം NIT ആണ് ഈ റംബൂട്ടാനിൽ. ഇത് വൈറ്റ് ഞാവിലാണ്, നല്ല വലിപ്പം വരുന്നതാണ് വൈറ്റ്. അതേമാതിരി തന്നെ ബ്ലാക്ക് ഞാവൽ, ഇത് ബ്ലാക്ക്. ഇത് അതിൽ തന്നെ വേറെ വെറൈറ്റീസാണ്. ഇതാണ് നമ്മുടെ ചാവക്കാടൻ കുളം എന്ന് പറഞ്ഞത് സ്പെഷ്യൽ ഐറ്റംസ്. നല്ല കായപ്പിടുത്തം, നല്ല കാണാൻ കൗതുകം, നല്ല കൊല പിടുത്തം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും സവിശേഷത. പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഗംഗാബോണ്ടെന്ന് പറയും. ഗംഗാബോണ്ടെന്ന് പറയുന്നത് ഇത് 2 കൊല്ലം കൊണ്ട് കായ്ക്കുന്നതാണ്. നിലത്ത് ആണ് കായ്ച്ച് കിടക്കുന്നത്. അത് നല്ലൊരു പ്ലാന്റാണ്. ഇത് TMTD, നമ്മുടെ മണ്ണുത്തിൽ വികസിപ്പിച്ചെടുത്താണ്. ഇത് എത്ര വർഷം കൊണ്ട് കായ്ക്കണം? ഇത് 3 വർഷമാണ് TMTD. ഇത് മലേഷ്യൻ ഗ്രീൻ, നല്ല ഇനത്തിൽപ്പെട്ടതാണ്. ഇവിടെ വില കുറച്ചിട്ടാണ് പാർട്ടികൾ വരുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പാർട്ടികളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് വിലയിൽ വലിയ പേശിയിട്ടില്ല. ഇത് കുറ്റിയാടി, നമ്മുടെ കോഴിക്കോടൻ ഭാഗത്തു നിന്നുള്ളതാണ് കുറ്റിയാടി. അത് വില വളരെ കുറവാണ്. പ്ലാന്റ് വലുതാണെങ്കിലും വില കുറവ്. ചെന്തെങ്ങ് ചാവക്കാടനാണ്, 18 പട്ട ചാവക്കാടൻ ഗ്രീൻ. ഇന്റർമംഗള കഴുങ്ങാണ്. ഇന്റർമംഗള വലുത്, ഇന്റർമംഗള ചെറിയ ഐറ്റംസ് ഒക്കെ റേറ്റ് കുറച്ച് കൊടുക്കുന്നതാണ്. കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഇത് രൂപം കൊണ്ട് വരുന്നത്. കായ്ക്ക് മാത്രമല്ല 8 കൊല്ലടക്കം ഈ ഇന്റർമംഗളയ്ക്ക് വരും. ഇവിടെ വരും. മോഹിത്നാറാണ്, മോഹിത്നാർ. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. അതിൻ്റെ മോഹിത്നാറിൻ്റെ ചെറിയ വെറൈറ്റി. ഇതൊക്കെ റേറ്റ് മിതമായ റേറ്റിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തന്നെ. അതിനാവശ്യമായ വളങ്ങൾ നമ്മുടെ സ്റ്റോക്കുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കുന്നത്. അതെവിടെ കിട്ടും, ഇത് ആണ് അതിൻ്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ കുത്തേണ്ട രീതികൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവർ പറഞ്ഞയക്കുക. സത്യത്തിൽ
ഇപ്പോഴാണോ ഈ മാസം അടുത്ത മാസമൊക്കെയാണോ കൂടുതൽ നമ്മളൊരു പ്ലാന്റ് നടുന്ന സമയം? ശരിക്കും പ്ലാന്റ് നടുന്ന സമയം ഈ സമയത്ത് നടാം, ഇതിന് മുന്നിൽ നടായിരുന്നു. ഇനിയിപ്പോൾ ഓണ സമയത്ത് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് നടുന്ന ഒരു ടൈമാണ് ഓണം എന്ന് പറഞ്ഞ ആ സമയത്ത്. ഇപ്പോൾ നടാൻ പറ്റിയ സമയമാണ് ഈ സമയം. ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ തൃശ്ശൂർ ഷൊർണൂർ റോഡാണ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നു, വടക്കായൂർ വരുന്നു, വടക്കായൂരിൽ നിന്ന് ഈ ബ്ലോക്കിലേക്ക് വരുന്നു, വടക്കായൂർ ബ്ലോക്ക്. ആ ബ്ലോക്കിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് അകമല എന്ന് പറയും. ഇവിടെ നിന്ന് വിട്ടാൽ ശാസ്താവായി തൊട്ടടുത്ത് ശാസ്താവ് അമ്പലം